ഇന്ന് മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ. 1880-കളിൽ അമേരിക്കയിൽ തൊഴിലാളികൾക്ക് ദിവസം 10 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുമായിരുന്നു. വേതനം കുറവ്, സുരക്ഷയില്ല, അവകാശങ്ങളില്ല. അതുകൊണ്ട് തൊഴിലാളികൾ ഒരു വലിയ ആവശ്യം ഉന്നയിച്ചു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ കുടുംബത്തിനായി. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നറിയാമോ? 1886 മെയ് 1 അമേരിക്കയിൽ ഉടനീളം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സമരം തുടങ്ങി. ചിക്കാഗോ ഈ പ്രക്ഷോഭത്തിന് കേന്ദ്രമായി മാറി. മെയ് 3 മക്കോർമിക് ഫാക്ടറിയുടെ മുൻപിൽ സമരം നടക്കുമ്പോൾ പോലീസ് തൊഴിലാളികളോട് ഏറ്റുമുട്ടി. ചില തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ പ്രതിഷേധമായി മെയ് 4 ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ ശാന്തമായ ഒരു യോഗം സംഘടിപ്പിച്ചു. തൊഴിലാളികളും നേതാക്കളും പ്രസംഗിച്ചു. പോലീസ് ആ യോഗം പിരിച്ചുവിടുവാൻ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ബോംബ് പൊട്ടുകയും ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് പോലീസ് വെടിവെപ്പ് ആരംഭിച്ചു. പല തൊഴിലാളികളും പോലീസുകാരും മരിച്ചു. അനേകർക്ക് പരിക്കേറ്റു. ഇന്നും ആരാണ് ബോംബ് എറിഞ്ഞതെന്ന് വ്യക്തമല്ല. തുടർന്ന് തൊഴിലാളി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ചിലരെ തെളിവില്ലാതെ ശിക്ഷിച്ചു. 4 പേർക്ക് വധശിക്ഷ നൽകി. മറ്റു ചിലർക്ക് ജയിൽ ശിക്ഷയും. ഈ സംഭവം തൊഴിലാളികൾക്കെതിരെ അനീതിയുടെ ഉദാഹരണമായി ലോകം കണ്ടു. ഈ സംഭവത്തിന് ശേഷം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ലോകമെമ്പാടും ശക്തമാക്കി. 1989 പാരീസിൽ നടന്ന സെക്കൻഡ് ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് എന്ന സമ്മേളനത്തിൽ ഈ സംഭവത്തെ സ്മരിച്ച് മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ ആയി ആചരിക്കുവാൻ തീരുമാനിച്ചു. കൂട്ടുകാരെ, 1886 ചിക്കാഗോയിലെ തൊഴിലാളി സമരം വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. തൊഴിലിന് മാന്യത വേണം, മനുഷ്യന് നീതി വേണം. ഇന്ന് ഇന്ത്യയിലും നമുക്ക് ചുറ്റുമുള്ള കെട്ടിട തൊഴിലാളികൾ, സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ചെറുപ്പക്കാർ, ഫാക്ടറി തൊഴിലാളികൾ, വിദേശത്തേക്ക് പോകുന്ന പ്രവാസികൾ, അവർ എല്ലാവരും ജീവിതം സുഖകരമാക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ പലർക്കും ഇന്നും സ്ഥിരമായ വേതനമില്ല, ജോലി സുരക്ഷയില്ല, വിശ്രമവും മാന്യതയും കുറവാണ്. നാം അവരുടെ പരിശ്രമത്തെ ഇന്നും ശരിക്കാതിരിക്കുന്നുണ്ടോ? അവൻ ആദ്യം ഒരു മനുഷ്യനാണ്. അവൻ ചുമക്കുന്ന ഭാരത്തിനോടൊപ്പം ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും കണ്ണുനീരും കൂടി അവൻ ചുമക്കുന്നുണ്ട്. അവനും ഒരു മനുഷ്യനാണ്. അവൻ ആരും കാണാത്തിടത്ത് തന്റെ കണ്ണുനീർ ഒളിപ്പിച്ച് തന്റെ ജീവിതം സുഖകരമാക്കാൻ പരിശ്രമിക്കുന്നവനാണ്. അവൻ നമ്മുടെ ജീവിതത്തിന്റെ പിന്തുണയാണ്. ചുരുക്കട്ടെ, 1886 ചിക്കാഗോയിൽ ഉയർന്ന ശബ്ദം ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്കും എത്തേണ്ടതുണ്ട്. ഒരു തൊഴിലാളിയുടെ വിയർപ്പിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് മറക്കരുത്. ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ കൈകൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കട്ടെ. ഓരോ വിയർപ്പിനും മാന്യതയും ഓരോ പരിശ്രമത്തിനും നീതിയും ലഭിക്കട്ടെ. തൊഴിലാളി ദിന ആശംസകൾ. സ്നേഹത്തോടെ ഒഡിഷേർലച്ച്.